വയലും വീടും. നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ക്ഷീരമേഖലയിൽ ശാസ്ത്രീയമായ രീതികൾ സ്വീകരിച്ച് അധ്വാനം കുറയ്ക്കുകയും അതേസമയം ഉൽപാദനം കൂട്ടുകയും ചെയ്ത് വിജയം കൈവരിച്ച കർഷകനാണ് മാനന്തവാടി സ്വദേശിയായ ശ്രീ തങ്കച്ചൻ. കേരളത്തിൽ നിന്നും ആദ്യത്തെ മികച്ച ക്ഷീര കർഷകനായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയുണ്ടായി. കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്ഷീര കർഷക അവാർഡ് ഉൾപ്പെടെ 22ഓളം പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. തങ്കച്ചനുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം ഇന്നലെ വയലും വീടും പരിപാടിയിൽ കേട്ടിരുന്നുവല്ലോ. ഈ മേഖല നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും തുടങ്ങിയ നാൾ മുതൽ ലാഭത്തിൽ ഫാം കൊണ്ടുപോകുന്ന തങ്കച്ചനുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ക്ഷീരകർഷകര് നേരിടുന്ന ഒരു വെല്ലുവിളിയാണല്ലോ പശുക്കള് കൃത്യസമയത്ത് ചെന പിടിക്കാതിരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. ഇന്ന് കേരളത്തിലെ 50% കർഷകരും പരാജയപ്പെട്ടു പോകുന്നത് പശുക്കൾക്ക് ചെന പിടിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അതിൽ 2-3 കാരണങ്ങളുണ്ട്. വയനാട് സംബന്ധിച്ച് പ്രത്യേകിച്ചും പശുക്കൾ കൂടുതലും ഡോക്ടേഴ്സ് കുറവാണ്. ഒരു ബ്ലോക്കിൽ ഒരു ഡോക്ടർ, ഒരു ജില്ലയിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അവർക്ക് എപ്പോഴും ഓടിയെത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു എല്ലയിൽ വിളിച്ചിട്ട് പശു ഹീറ്റാണ് വരാൻ പറയുമ്പോൾ അവർ ചിലപ്പോൾ വേറെ വീട്ടിൽ കുത്തിവയ്ക്കാൻ പോയായിരിക്കും. ആദ്യം വിളിച്ച ഓർഡർ അനുസരിച്ച് വന്നു കഴിയുമ്പോഴേക്കും ഇതിന് ടൈം കഴിഞ്ഞു വിട്ടുണ്ടാവും. സിലിണ്ടറിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ അത് ഉപയോഗിക്കണം. അതും ഈ കുപ്പിയിൽ വെള്ളം ഒഴിച്ചാണ് കൊണ്ടിരുന്നത്. പെട്ടെന്ന് എത്താത്ത പരാജയം അവിടെയുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ ക്രയക്കാൻ ഇല്ലാണ്ട് കുത്തിവയ്ക്കാൻ വരുന്നതിന്റെ പേരിൽ നമ്മളൊരു കർഷകനെ സംബന്ധിച്ച് പശു ഹീറ്റ് കാണുമ്പോൾ തന്നെ വിളിച്ചു പറയും പശു ഹീറ്റാ കുത്തിവയ്ക്കാൻ വരാൻ. അത് എത്ര സമയമായി, ഹീറ്റ് എങ്ങനെയാണെന്നൊന്നും ആരും ചോദിക്കാൻ തയ്യാറാവുന്നില്ല. അത് ഒരു പരാജയത്തിന്റെ 1ാം സ്റ്റെപ്പ് അതാണ്. അപ്പം കർഷകൻ പഠിക്കണം ഒരു പശു എപ്പം ഹീറ്റായി എത്ര സമയം നിൽക്കും, അത് ഓരോ പശുവിന്റെ ഒരു രജിസ്റ്റർ നമുക്ക് വേണം. അതനുസരിച്ച് നമ്മൾ കുത്തിവയ്ക്കണമെന്ന്. 2ാമത്തെ സമയത്ത് അവർ വന്ന് കൃത്യമായിട്ട് വൃത്തിയാക്കി കുത്തിവെച്ചാൽ ഒരു പരിധി വരെ ചെന പിടിക്കാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ വേറെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പശു പ്രസവിച്ചിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് കാണുന്ന ആദ്യ ഹീറ്റിൽ പശുക്കളെ കുത്തിവയ്ക്കുകയാണെങ്കിൽ 95% ചെന പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ചെന പിടിച്ച പശുവിന് പാല് കുറയും, പക്ഷെ പെട്ടെന്ന് താഴില്ല. അപ്പൊ അതുകൊണ്ട് കർഷകർ എന്താക്കും, മാക്സിമം കറക്കാൻ നോക്കും. അതിൽ നമുക്ക് ചെന പിടിക്കാൻ വളരെ സാധ്യത കുറഞ്ഞു വരുന്നുണ്ട്. മറ്റൊന്ന്, പശുക്കിടാക്കളെ കിട്ടുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് തന്നെ ഈ സെമൻ കുത്തിവെക്കാൻ വേണ്ടി വരുമ്പോൾ അത് പരിശോധിക്കാം എന്ന് പറയുന്നുണ്ട്. നമുക്ക് തന്നെ ആവശ്യപ്പെടാമെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ടോ? പറഞ്ഞുതരാം. എന്നുവെച്ചാല് ഈ സെമന്റെ കേസ് പറയുകയാണെങ്കിൽ നല്ല സെമൻ എന്താണെന്ന് കർഷകർ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയ കാലഘട്ടമായിട്ടുള്ളൂ. നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് കേരള ബോർഡിന്റെ നല്ല സെമനുണ്ട്. ആദ്യമേയൊക്കെ ഈ പ്രൊജനി ടെസ്റ്റിൽ വന്ന സെമനൊക്കെ തീരെ ക്വാളിറ്റി കുറവ് കാരണം കേരളത്തിലെ പശുക്കളുടെ എല്ലാം മൊത്തത്തിൽ നിലവാരം കുറഞ്ഞുപോയി. ഇപ്പം അത് മറിച്ച് ഓരോ കർഷകനും പല പ്രൈവറ്റ് കമ്പനി ABS NDDP പോലുള്ള കമ്പനിയുടെ സെമനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ എന്താണ് സെമൻ എന്ന് ആളുകൾ ഈ യൂട്യൂബിലേക്ക് നോക്കി പഠിക്കാൻ തുടങ്ങി. ആളുകൾ ചോദിച്ച് വാങ്ങാൻ തുടങ്ങിയ സെമൻ. ഞാനൊക്കെ കേരള ബോർഡിന്റെ പ്രീമിയം സെമൻ മാത്രമേ, പ്രീമിയം HFഉം ജേഴ്സി കുറവാണ്, എനിക്ക് HFന്റെ സെമൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 5-6 വർഷമായിട്ട് എൻ്റെ പശുക്കളെല്ലാം കേരള ബോർഡിന്റെ സംഭാവനയാണ്. അപ്പം അന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു നിങ്ങളുടെ പശുവിനെ താങ്ങൂല, നിങ്ങൾക്ക് ജേഴ്സി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ലോക്കൽ സെമൻ കൊണ്ട് വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം നമുക്ക് നല്ല സെമൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതനുസരിച്ച് കൃത്യമായ ടൈം എന്താണെന്ന് കർഷകർ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയാണ്. പിന്നെ ഈ ചൂട് കൂടിയ സമയത്തൊക്കെ ചെന പിടിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളാലും കൃത്യമായിട്ട് പശുക്കൾ മതി കാണിക്കുന്നില്ല. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വർഷത്തിലൊരു കുട്ടി എന്ന് പറയുന്നത് ഒരിക്കലും വിജയിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും ലാഭം. പക്ഷെ അങ്ങനെ കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തങ്കച്ചേട്ടന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ടാവുന്ന കിടാക്കൾ എന്നുള്ളതാണ് അല്ലെ? അത് പലർക്കും അത് സാധ്യമാകാത്തൊരു കാര്യത്തിലാണ് താങ്കൾ അവിടെ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത്. അതെന്താ വെച്ചാല് ഞാൻ ഒരു കാലഘട്ടത്തില് പശുക്കിടാവിനെ വളർത്തുന്ന കാര്യത്തിൽ ഏറ്റവും എതിരായിരുന്നു. കാരണം അത്ര നല്ല പശുവിനെ കുത്തിവെച്ചാലും കുട്ടികൾ തീരെ പാലില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ആയി മാറുന്നു. അത് കഴിഞ്ഞിട്ട്
നല്ല സെമൻ കുത്തിവെച്ച് നല്ല കുട്ടികൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി കുട്ടി വളർത്തലാണ് ഏറ്റവും ലാഭം. കാരണം നമുക്ക് മുടക്ക് വരും. ഒരു കുട്ടീനെ നമ്മളൊരു പശുവാക്കി എടുക്കുമ്പോഴേക്കും ഏകദേശം 80,000 മുതൽ 1 ലക്ഷം രൂപ വരെയും നമുക്ക് ചെലവ് വരുന്നുണ്ട്. പക്ഷെ ആ 1 ലക്ഷം രൂപയുടെ ചെലവ് അതൊരു ഭയങ്കര അസറ്റ്, നമുക്ക് ഒരു വരുമാനമാണ്. കാരണം 6 പ്രസവം 7 പ്രസവം വരെയും നമുക്ക് അതിനെ നിർത്താൻ പറ്റും. നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ തീറ്റയിൽ കയറി വരുന്ന കിടാക്കൾ ഒരു പരിധിവരെ അസുഖങ്ങളെല്ലാം കുറവായിരിക്കും, ആരോഗ്യം ഉണ്ടാവും. നമുക്ക് അവരെ അറിയാം, അവരുടെ പൾസ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ വളർത്തിയെടുത്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയില്ലെന്ന് വ്യക്തമായൊരു കാഴ്ചപ്പാട് എനിക്ക് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫാമിലുണ്ടാവുന്ന 10 കുട്ടി ഉണ്ടായെങ്കിൽ അതിൽ 10 ക്വാളിറ്റി ഉണ്ടാവില്ല. അവരുടെ ബോഡി വെയ്റ്റും കാഴ്ചക്കറിയാൽ നമുക്ക് കാണുമ്പോൾ അറിയാം. അങ്ങനെയുള്ള കുട്ടികളെ ഒരു ഏഴെണ്ണത്തിന് 2 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളെ ബാച്ചായിട്ട് നിർത്തി അതിന് നല്ല രീതിയിൽ അമ്മയുടെ പാല് കൊടുത്ത് പ്രത്യേക രീതിയിലാണോ അവരെ പരിചരിക്കുന്നത്? അതെ അതെ. അപ്പൊ അങ്ങനെ പാല് കുടിപ്പിക്കും? ഞാനൊരു 3 മാസം കൃത്യമായിട്ട് പാല് കുടിപ്പിക്കും. അപ്പോൾ ഇപ്പം എനിക്കൊരു 12 കുട്ടികൾ കയറി വരുന്നുണ്ട്. അത് 12 പശുക്കളാണ് അടുത്ത വർഷം. ഇപ്പോൾ ഒക്കെ ഒരു 7 മാസമൊക്കെ ആകുമ്പോഴേക്കും പശുക്കുട്ടികൾ ഹീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര പോസിറ്റീവാണ്. 12-13 മാസം ആകുമ്പോഴേക്കും ഇതുങ്ങൾ നമ്മൾ കുത്തിവെക്കുന്നു. 2.5 വയസ്സാകുമ്പോഴേക്കും കുട്ടി അമ്മയാകുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അങ്ങനെ ആയി വന്ന കുട്ടികൾ എൻ്റെ അടുത്തുണ്ടായ ഏകദേശം എല്ലാ കുട്ടികളും തന്നെ 30 ലിറ്ററിന് മേലെ ആദ്യ പ്രസവത്തിൽ തന്നെ പാല് തരുന്നുണ്ട്. അത് 2ാം പ്രസവം ആകുമ്പോഴേക്കും 35-40, 3 ആകുമ്പോഴേക്കും 45-48 വരെയും ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അവരുടെ പരിചരണ രീതി അപ്പോൾ വ്യത്യസ്തമാണോ? വ്യത്യസ്തം വെച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കെയറിംഗ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. എൻ്റെ രീതി ഞാൻ പശു പ്രസവിച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടിയെ കുളിപ്പിച്ച് തള്ളയുടെ മുന്നിൽ തന്നെ അതിനെ മാറ്റി കിടത്തും. തള്ളയ്ക്ക് കാണാവുന്ന മോഡല് കുട്ടികളുടെ ഷെഡിലേക്ക് മാറ്റി കിടത്തും. ചില പശുക്കൾ കുട്ടിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. അപ്പോൾ അതുങ്ങൾ കിടന്ന് ഇങ്ങനെ ചാടി മറിയും. അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അതല്ലാത്ത കുട്ടികളെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അമ്മ കാണുന്നില്ല അതിന്റെ കുട്ടി ഏതാണെന്നും കുട്ടി അതിന്റെ അമ്മ ഏതാണെന്നും അറിയില്ല. അങ്ങനെ നമുക്ക് ഫാമിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ കുട്ടീനെ കൊണ്ടുപോകാതെ കറക്കാൻ പറ്റില്ല. ഇതിനെ അഴിച്ചുകൊണ്ട് വരാൻ പണിക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അഴിച്ചുകൊണ്ട് വന്നാലും ഇത് കയറ് പൊട്ടിച്ച് കാണുന്ന എല്ലാ പശുവിനെയും കുടിക്കും, കറന്നു കൊടുക്കുകയാണ്. അപ്പം ആ കുട്ടിക്ക് കൃത്യമായ പാല് അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് നമ്മൾ എന്താക്കുന്ന ആ കുട്ടിക്ക് കൃത്യമായ പാല് നമ്മൾ ബോട്ടിലാക്കി കൊടുക്കുന്നു. രണ്ടാമത് ഞാൻ കുട്ടികളെ വളർത്തുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 2-3 മാസം വരെ കുളിപ്പിക്കാറില്ല. കുറച്ച് വൈക്കോൽ നിന്നിട്ട് കൊടുത്ത് അതിൽ കിടത്തുവാണ്. അഴിച്ചുവിടാൻ ചെറിയ കളിയിൽ വിട്ടേക്കുവാണ്. 13 ദിവസം ആകുമ്പോൾ ആദ്യത്തെ ഡോസ് വിരമരുന്ന് കൊടുക്കും. പിന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് ബോഡി വെയിറ്റ് നോക്കിയിട്ട് വിരമരുന്ന് കൊടുക്കുന്നുണ്ട്. 1 മാസം കഴിയുമ്പോഴേക്കും കുറച്ച് കാഫ് സ്റ്റാർട്ടർ, അതും നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ കാഫ് സ്റ്റാർട്ടർ കുറച്ച് കൊടുക്കുന്നുണ്ട്. 2 മാസമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് പുല്ല് ഇട്ട് കൊടുക്കും. അതിങ്ങനെ കടിച്ച് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും തീറ്റ കൊടുക്കാൻ തുടങ്ങും. അതങ്ങനെ പിന്നെ ഞാൻ കയറി വന്നോളൂ. അതിനായിട്ട് പിന്നെ സ്പെഷ്യലായിട്ട് കെയറിംഗ് ഒന്നും വേണ്ട. മിൽക്ക് റീപ്ലേസർ പോലെയുള്ള സാധനങ്ങൾ ഉണ്ട്, ജീവന്റെ പൊടികളൊക്കെ ഉണ്ട്. കുറവ് പാലമാണെങ്കിൽ ഈ പൊടികൾ കൊടുക്കാൻ നമുക്ക് ലാഭം. പക്ഷെ ഞാൻ എന്താ ഉദ്ദേശിച്ചാൽ ഞാൻ ആ ക്രാവിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അത് അടുത്ത പശു ആകുമ്പോൾ നമുക്ക് നല്ല ഈൽഡ് തരണമെങ്കിൽ നമുക്ക് പാല് ചേട്ടൻ നഷ്ടമായി നോക്കിയിട്ട് കാര്യമില്ല. കുഞ്ഞിനെ നന്നായി പാലെടുത്ത് വളർത്തുക എന്നൊരു ചിന്താഗതിയാണ് എന്റെ. വിരമരുന്ന് കൊടുക്കുന്ന കാര്യം പറഞ്ഞു കിടാക്കൾക്ക്, അതുപോലെ തന്നെ പശുക്കൾക്കും വിരമരുന്ന് കൊടുക്കും. 6 മാസം കൂടുമ്പോൾ പശുക്കൾക്കും കൃത്യമായിട്ട് ഒറ്റ ദിവസം എല്ലാവർക്കും കൊടുക്കും. ഒരു ഡയറി ഫാം നടത്തുന്ന ആള്, ഒരു കർഷകൻ, അവന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ ഒരു ഡയറി, ഒരു പശുവിന് ഒരു ബുക്ക് വെച്ച് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പം അതിൽ ആ പശു എന്ന് പ്രസവിച്ചു, ആ കുട്ടി എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, എന്ന് ആ പശു ഹീറ്റായി, എന്ന് കുത്തിവെച്ചു, എന്ന് അമ്മയായി, ആദ്യ മാസം എത്ര പാല് കിട്ടി, അതിൽ ഒരു 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ മെയിൻ പീക്ക് ഈൽഡ് 100 ദിവസം എത്ര പാല് തന്നു, പിന്നത്തെ 100 ദിവസം എത്ര, പിന്നത്തെ 100 എത്ര, അതനുസരിച്ച് കാറ്റ് തിരിച്ച് ഓരോ പശുവിൻ്റെയും ഡീറ്റെയിൽ നമ്മുടെ മനസ്സിലും ഉണ്ടാവണം, ബുക്കിലും ഉണ്ടാവണം. അപ്പോൾ പശുവിന് എന്തൊക്കെ അസുഖം വന്നു, അപ്പോൾ ഇപ്പോൾ 1ാമത്തെ നമ്പറാണെങ്കിൽ 1ാമത്തെ നമ്പർ പശു നോക്കുമ്പോൾ കഴിഞ്ഞ മാസം അകിടുക്കം വന്നിട്ടുണ്ട്, അതിന് എന്ത് മരുന്ന് ചെയ്തു, അതവിടെ ഡോക്ടറെ കൊണ്ട് എഴുതിക്കണം. അപ്പം ചിലപ്പോൾ ഇനി അകിടുക്കം വരുമ്പോൾ ആ മരുന്ന് മതിയാവില്ല. അപ്പം അങ്ങനെ ഒരു ഡയറി സൂക്ഷിക്കുന്ന കർഷകർ റെയറാണ്, വളരെ കുറവാണ്. മനസ്സിലുണ്ടാവും എന്ന് കുത്തിവെച്ചതൊക്കെ, പക്ഷെ കൃത്യമായിട്ട് വീട്ടിലെ കലണ്ടർ ചെയ്തിട്ട് പോരാ, ബുക്കിൽ നമ്മൾ ഓരോ പേജ് ഒരു ബുക്ക് ഒരു പശുവിന് വെച്ചിട്ട് എഴുതണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനും ട്രീറ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. ഒരു ഫാമിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തന്നെയും, ഇപ്പോൾ 1-2 പശുവിനെ വളർത്തുന്നവരാണെങ്കിൽ തന്നെയും പലതരം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായിട്ടും അഥവാ ഫാമിൽ അങ്ങനെ രോഗങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ളതാണ്? കുളമ്പ് രോഗം, ലംബി സ്കിൻ, ഇതാണ് മാരകമായ അസുഖം. അപ്പോൾ അതിന് ഗവൺമെന്റ് വാക്സിനേഷൻ നമുക്ക് കൃത്യമായിട്ട് 6 മാസം കൂടുമ്പോൾ കുത്തിവയ്പ്പ് നടത്തുന്നുണ്ട്, മൃഗാശുപത്രി വന്നിട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു കുഴപ്പം എന്താ വെച്ചാൽ അതിന്റെ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് അവർ ഇഞ്ചക്ഷൻ കുത്തിവയ്ക്കാൻ വരുള്ളൂ. പക്ഷെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താക്കും, അന്നേരം ആ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റായിട്ട് ആളെ വിളിച്ചിട്ട് ചെയ്യും. അവരെ വെയിറ്റ് ചെയ്യില്ല. കാരണം ഒരു ഇഞ്ചക്ഷൻ 100 രൂപ ചിലവ് വരും. എന്നാലും നമുക്ക് അതിനെ രക്ഷിക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് ആ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ഞങ്ങൾ ചെയ്യും. പിന്നെ അസുഖം എന്ന് പറയുമ്പോൾ മെയിനായിട്ടും തൈലേറിയ നമ്മൾ പുറമേ പശുക്കളെ വാങ്ങുന്നില്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന പശുക്കളാണ് 100% ഉണ്ടാവും.
അപ്പോൾ തൈലേറിയ ഒന്ന് ചെക്ക് ചെയ്യുന്നു, ഒരു ഡോക്ടറെ വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ തന്നെ ബ്ലഡ് എടുത്ത് അതിൻ്റെ ചെവിയിൽ നിന്ന് ബ്ലഡ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ നടക്കുന്ന ചെവിയിലെ ബ്ലഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബ്ലഡ് എടുത്ത് സ്ലൈഡ് ചെയ്ത് അതുകൊണ്ട് ചെക്ക് ചെയ്ത് തൈലേറിയ ഉണ്ടെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷൻ ചെയ്യുന്നു. അപ്പം അത് പ്രസവത്തോടു കൂടിയാണ് ഏറ്റവും കൂടുതൽ തൈലേറിയ വരാൻ സാധ്യത കൂടുതൽ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ തൈലേറിയ ഒരു പരിധി വരെ പ്രശ്നമല്ല, അഗ്നിവികമാണ് ഒരു കർഷകൻ്റെ ഏറ്റവും വലിയ പരാജയം. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ചൂട് കൂടുമ്പോഴും മഴ കൂടുമ്പോൾ ഒക്കെ അകിടുവൊക്കെ ഉണ്ടാവാറുണ്ട്. അകിടുവൊക്കെ വരുന്നത് തീറ്റേൻ്റെ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും മിക്ക ഫാമുകളിലും ഭയങ്കര കൂടുതലാണ് അകിടുവക്കം. അപ്പോൾ ഒരു അകിടുവക്കം വന്നാൽ നമുക്കൊരു 5000 രൂപയെങ്കിലും ചിലവ് വരും. അതും ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 600, 650, 700 മരുന്നിന് വിലയുണ്ട്. അത് ഒരു ഡോക്ടർ വന്ന് ചെയ്യുമ്പോൾ ഡോക്ടർ വണ്ടിക്കൂലി 500 രൂപ, ഡോക്ടർ ഫീസ് 500. അപ്പോൾ ഒരു 1500 രൂപയെങ്കിലും ഒരു ഇഞ്ചക്ഷൻ നമുക്ക് ചിലവ് വരും. അപ്പോൾ 3 ദിവസം ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേക്കും നമുക്ക് 5000 രൂപ നഷ്ടവും വരും, ഒരു 2 ആഴ്ചത്തെ പാലും പോകും. പിന്നെ ആ പഴയ ഒരു കണ്ടീഷനിലേക്ക് വരണേ താമസമാണ്. അപ്പം ഈ അസുഖങ്ങൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അകിടുവക്കം എന്ന് വെച്ചാൽ ഞാൻ കറവ കഴിഞ്ഞ് എല്ലാത്തിനെയും കാമ്പിൽ നമ്മൾ ഐഡിയൽ ലൈൻ വെക്കാറുണ്ട്. പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ എപ്പോഴും ഫാം നനഞ്ഞു കിടക്കുന്നതാണ് അകിടുവക്കം വരെ ഏറ്റവും കൂടുതൽ സാധ്യത. പശുക്കളെ എപ്പോഴും നനയ്ക്കുക, കുളിപ്പിക്കുക ചെയ്യുമ്പോഴോ എപ്പോഴും ഫാം ഡ്രൈ ആവണം. കുളിപ്പീര് കഴിഞ്ഞ് കറവ കഴിഞ്ഞാൽ പശുക്കൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് എങ്ങനെ കിടക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അഴിച്ചു കെട്ടാൻ സൗകര്യമുള്ളതാണെങ്കിൽ ആ കൂടെ ഉണങ്ങുന്നിടം വരെ അവർക്കൊന്ന് അത് പുറത്തു പോവാം. അങ്ങനെ സൗകര്യം ആർക്കും ഉണ്ടാവില്ല, വളരെ കുറവാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മള് പശു കറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തീറ്റ കൊടുക്കുന്നു. തീറ്റ മുന്നിൽ കൊണ്ടുവയ്ക്കും. കറക്കുന്നതിന് സമയമാകുമ്പോഴേക്കും ഓരോ പശുവിൻ്റെയും തീറ്റ ഞങ്ങൾ മുന്നിൽ കൊണ്ടുവയ്ക്കും. അപ്പം ആ തീറ്റ അവിടെ ഉണ്ടെങ്കിൽ പശു കിടക്കില്ല. കറവ കഴിഞ്ഞാൽ അപ്പം തന്നെ തീറ്റ കൊടുക്കുമ്പോൾ ആ തീറ്റ തിന്നു തീരുന്നത്ര സമയം പശുക്കൾ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഇതിന് കാമ്പ് അടയും. അപ്പോൾ പിന്നെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. അത് അല്ലാണ്ട് വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ റയറായിട്ട് പിന്നെ ഈ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ 8-10 ദിവസം പിന്നെ അകിടിൽ പാലിറങ്ങുന്ന സമയത്ത് പാൽ ലീക്കാവാൻ തുടങ്ങും. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നമാണ്. കറവ കൂടുതലുള്ള പശുക്കൾക്കൊക്കെ പാൽ ഒഴുകി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതെന്ന് വെച്ചാൽ അകിടിൽ സ്റ്റോറേജ് ഇല്ലാത്ത കന്നിക്കിടാക്കളൊക്കെയാണ് അധികം കൂടുതൽ വരിക. അപ്പോൾ അങ്ങനെയുള്ള പശു നമ്മൾ തന്നെ 4 കാമ്പിലും പയ്യെന്ന് പിടിച്ചു നോക്കുമ്പോൾ ഏതെങ്കിലും കാമ്പിൽ നീരുണ്ടെങ്കിൽ പശു കാലെടുക്കും. അപ്പോൾ അത് നമ്മൾ നോക്കുക. രണ്ടാമതെന്ന് വെച്ചാൽ പണ്ടൊക്കെ പശു പ്രസവിച്ച് ഇത്ര ദിവസം കഴിയാതെ കറവയും കാര്യങ്ങളും പാലെടുക്കലൊന്നുമില്ല. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ഒരു പശുവിനെ വെള്ളം വെച്ച് കുളിപ്പിക്കുന്ന സമയത്ത് പ്രസവിക്കാൻ പശുവാണെങ്കിൽ ചിലപ്പോൾ ചൊരുത്തും. 4 കാമ്പിൽ നിന്നും പാല് ഒഴുകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ കറക്കണം. പ്രസവിക്കേണ്ട ആവശ്യമില്ല. കാരണം പാൽ ലീക്കാവാൻ തുടങ്ങിയില്ലേ, അല്ലെങ്കിൽ അത് അകിടുവക്കം ഉറപ്പായിട്ടും വരും. അപ്പം മറിച്ച് നമ്മളൊരു പശു കിടക്കുന്ന സമയത്ത് ഒരു കാമ്പ് ഒരു കാലിനോട് ഇങ്ങനെ ഞെങ്ങിയിരിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കാമ്പിൽ നിന്ന് പാല് പോകുന്നത് പ്രശ്നമില്ല. അത് പൊട്ടാസ്യം വെച്ച് കഴുകി ക്ലീൻ ആക്കിയാൽ മതി. പക്ഷെ 4 കാമ്പിൽ നിന്ന് പാല് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനെ കറവ സ്റ്റാർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ അതിന് കുഞ്ഞിന് കന്നിപ്പാല് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പശുവിന് കാൽസ്യം കുറഞ്ഞു പോകാതെ കാൽസ്യം കൊടുക്കണം. അതാണ് നമ്മൾ ദിവസവും കാൽസ്യം കൊടുക്കുന്നുണ്ട്. മിനറൽ മിക്സർ ഡെയിലി കൊടുക്കാറുണ്ട്. വേറെ അസുഖങ്ങളൊന്നും സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരാറില്ല. പിന്നെ ഈൽഡ് കൂടിയ പശുക്കളും ഇപ്പോഴത്തെ പശുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ കുളമ്പിനൊന്നും തീരെ കട്ടിയില്ല. കൂട്ടിലിങ്ങനെ സ്ഥിരം നിൽക്കുന്നതുകൊണ്ടാണ് തീറ്റേന്റെ ഉണ്ടാവാം. എന്തൊക്കെയായാലും കുളമ്പിനൊന്നും പഴയ പശുക്കളുടെ കട്ടിയില്ല, കുറച്ചിങ്ങനെ വീതിയിലായിട്ട്. അപ്പൊ അത് നമ്മള് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കാലുവേദന ആണ് പശുക്കൾക്ക് കൂടുതലായിട്ടും, ബോഡി വെയിറ്റ് കൂടുതലുള്ള പശുക്കൾക്ക് കൂടുതലായിട്ടും അതിന്റെ കുളമ്പിന് വേദനയാണ് വരാറുള്ളത്. പശു വളർത്തുന്ന ആളുകൾക്ക് ആ പശുവിന്റെ ഓരോ ദിവസത്തെ ചലനവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഫാമിലിക്ക് ചെല്ലുമ്പോൾ ആ പശു ആക്റ്റീവായിട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ പശു ഹെൽത്തി ആണെന്നതിന്റെ അർത്ഥം. അത് ചെവി ഇങ്ങനെ തളർത്തിയിട്ട് ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കി ആ പശുവിന് അസുഖം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവല് വളരെ കുറവാണ്. കാരണം എന്നും ഒരേ സ്റ്റാൻഡേർഡ് തീറ്റയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദഹനക്കേട് ഉണ്ടാവല് വളരെ കുറവായിട്ട് കാണുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. തീറ്റയിൽ നമ്മൾ അപ്പക്കാരം പെടുത്തുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് ചെയ്യാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇൻഷൂർ ചെയ്യാന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഡയറി ഫാം നടത്തുന്ന ആളെ സംബന്ധിച്ച് ഇൻഷൂർ ചെയ്യുന്നത് നഷ്ടമാതൊരു കാഴ്ചപ്പാടാണ് എൻ്റെ. കാരണം നമുക്കൊരു 40 പശു ഉണ്ടെങ്കിൽ ഇന്ന് പ്രൈവറ്റ് ഇൻഷൂർ ചെയ്യണമെങ്കിൽ ഒരു പശുവിന് 8000 രൂപ കൊടുക്കണം. 1 ലക്ഷം രൂപയ്ക്ക് ഇൻഷൂർ ചെയ്യണമെങ്കിൽ. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഇൻഷൂർ ചെയ്യണമെങ്കിൽ 8000 രൂപ എന്ന് പറയുമ്പോൾ 10 പശുവിന് എത്രയായി? 80,000 രൂപയായി. 40 പശുവിന് 4-32 3,20,000 രൂപ നമ്മൾ ഇൻഷൂറിന് വേണ്ടി മാത്രം അടയ്ക്കണം. ഒരു വർഷത്തിൽ ഒരു പശു നഷ്ടം വന്നാൽ പോലും നമുക്ക് അത്തരം പശു കിട്ടില്ല, പോകില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് 1-2 പശു വളർത്തുന്ന ആളുകൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എൻ്റെ പശുക്കളെ ഇൻഷൂർ ചെയ്തിട്ടില്ല. പിന്നെ മിൽമേൻ്റെയൊക്കെ സ്കീമുകളുണ്ട്. അതൊക്കെ 60 രൂപ 70 രൂപയാണ് മാക്സിമം ഉള്ളൂ. അതിനും 3000 രൂപ കൊടുക്കണം തോന്നുന്നു. പക്ഷെ സർക്കാർ ഈ മേഖലയിൽ ഫ്രീ ആയിട്ട് ഇൻഷൂർ ചെയ്യിക്കണം എല്ലാ പശുക്കളെയും. ഇന്നൊരു പശുവിന് വാങ്ങുന്ന 1 ലക്ഷം രൂപ കുറഞ്ഞ് കിട്ടില്ല. 1.5 രൂപ 1.25 രൂപയ്ക്കാണ് പശുക്കൾക്ക് പറയണേ. അപ്പോൾ 1 ലക്ഷം രൂപയെങ്കിലും ഇൻഷൂറിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കാണണം. അത് കർഷകർക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണമെന്നാണ് അഭിപ്രായം. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 4 രൂപ പൈസ എങ്കിലും കുറച്ചുകൊണ്ട് പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ നല്ലൊരു സഹായമായിരിക്കും.
ഈ മെഷീനറി സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ തന്നെയും സബ്സിഡി കാര്യങ്ങളൊക്കെ ലഭ്യമാണോ? സബ്സിഡി എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഗവൺമെന്റ് പറയുമ്പോൾ എല്ലാത്തിനും മിൽമയൊക്കെ കണ്ടമാനം സബ്സിഡികൾ കൊടുക്കുന്ന കർഷകന് യഥാർത്ഥ കർഷകന്റെ കയ്യിൽ എത്തുന്നില്ല. എത്തുന്നവരും ചെറിയൊരു എമൗണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഒരു കറവ മെഷീൻ മേടിക്കാന്ന് വെച്ചാൽ അവിടെ 50 ലിറ്റർ പാലളന്ന് സൊസൈറ്റിയിൽ ചിലപ്പോൾ 2-3 മെഷീൻ ഉണ്ടാവുള്ളൂ ചുരുങ്ങിയത്. അത് അത്രമാത്രം ആൾ പിടിച്ചു വരയ്ക്കാൻ ഉണ്ടാവും. അതൊരു 15,000 രൂപ 75,000 സബ്സിഡി 15,000 കിട്ടും. ഈ 15,000 കിട്ടിയാൽ പിന്നെ 3 വർഷത്തേക്ക് പിന്നെ അവനൊരു സബ്സിഡിയും കിട്ടുകയില്ല. അതാണ് ഇപ്പോൾ സബ്സിഡി എന്ന് പറയുന്നത് ഒരു പേര് മാത്രമേ ഉള്ളൂ, അതിൽ ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അകിടുവീക്കത്തിന്റെ മരുന്ന് വാങ്ങുന്നതിനും പൈസയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് പലപ്പോഴും പല അസുഖങ്ങളും വന്നു കഴിയുമ്പോൾ മരുന്നിന് ചെലവായ ബില്ലുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ സബ്സിഡി അങ്ങനെ സംവിധാനം മരുന്നുകൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ലഭ്യമാണോ? ഇല്ല, മരുന്നുകൾക്ക് സംവിധാനമൊന്നുമില്ല. നമ്മൾ പൈസ മുടക്കി പോയത് തന്നെ. അസുഖം വരാതെ നമ്മൾ നോക്കുക. പിന്നെ ഇതെല്ലാം ഒരു ഞാണുമേനുള്ള കളിയാണ്. കാരണം ഇന്നിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പശു നാളെ രാവിലെ അടുക്കായിരിക്കും, ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പശു നാളെ എണീക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു 20 പശുവുള്ളൊരു ഫാമിൽ നല്ല രീതിയിൽ കൊണ്ടാടുന്നാൽ 5 ദിവസത്തിനുള്ളിൽ ഇടപെട്ട് ഏതെങ്കിലും പശുവിന് എന്തെങ്കിലും മൈന്യൂട്ട് അസുഖം ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. അപ്പൊ അത് തരണം ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ പ്രാപ്തരാവണം. ഇപ്പൊ നമുക്ക് സബ്സിഡി കിട്ടുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ അളക്കുന്ന പാലിന് ഓണത്തോടനുബന്ധിച്ച് കൊടുക്കാറുണ്ട്, അങ്ങനെയല്ലേ? വർഷത്തിൽ 2 തവണയെങ്ങാണ്ട് സബ്സിഡി ലഭ്യമാകാറുണ്ട്. അത് ഒരു ക്ഷീരമേഖലയെ പിടിച്ചു നിർത്താനുള്ള ഒരു ഇതായിട്ടാണോ തോന്നുന്നത്? ഒരിക്കലും ആവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ മിൽമ നമുക്ക് തരുന്ന പാല്, അതായത് നമ്മുടെ അടുത്ത് 43 രൂപയ്ക്ക് സംഭരിക്കുന്ന പാല് വിൽക്കുന്നത് 56 രൂപയ്ക്കാണ്. ഇപ്പം 59 ആവുന്നു. ഈ കർഷകനെ സംബന്ധിച്ച് അവൻ അന്ന് മുതൽ ഇന്ന് വരെ പരാജയമാണ്. അപ്പം ഈ സബ്സിഡി എന്ന് പറയാൻ കാരണം ഒരു കർഷകനെ സംബന്ധിച്ച് അളക്കുന്ന പാലിന് 1 രൂപ അല്ലെങ്കിൽ 2 രൂപ, അത് സൊസൈറ്റിന്റെ ലാഭത്തിന്റെ വിഹിതമായിട്ട് തരുന്നൊരു പൈസയാണ്. അത് മോശമെന്ന് നമ്മൾ പറയുന്നില്ല, കിട്ടുന്ന ലാഭം 4 രൂപ വെച്ച് പഞ്ചായത്ത് ഒരു 3 മാസത്തെ പൈസ തരും. തരുന്ന സബ്സിഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ കണക്കിലെ എല്ലാ കളികളും പഠിച്ച ആളുകളാണല്ലോ ഈ മേലിരിക്കുന്ന ആളുകൾ. കർഷകനല്ലേ ഒന്നും പഠിക്കാത്തത്. അപ്പോൾ ഏറ്റവും പാല് കുറവുള്ള സമയം, ആ പാല് കുറവുള്ള മാസമാണ് ഈ സബ്സിഡികളെല്ലാം കൊടുക്കാറ്. നോക്കിയോ, അന്ന് ചില ആളുകൾക്കും പാലുണ്ടാവില്ല തീരെ, ഈ പുല്ല് പോലും കിട്ടാൻ സമയത്ത്. അല്ലാണ്ട് നല്ല മഴയൊക്കെ വരുന്നത് കൂടുതൽ പാല സമയത്ത് ഒരിക്കലും സബ്സിഡി കൊടുക്കില്ല. അപ്പോൾ ഇതെല്ലാം ഒരു കണക്കിലെ കളികളാണ്. പക്ഷെ അനുഭവിക്കുന്നത് ശരിക്കും പാവപ്പെട്ട നിർദ്ധരായ കർഷകരാണ്. ഈ മേഖലയിൽ ചൂഷണം ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിലെ കർഷകർ ആരോഗ്യത്തോടെ നിൽക്കുന്നത് എന്താ? ശുദ്ധമായ പാലും മുട്ടയിലും കഴിച്ചിട്ടാണ്, അല്ലേ? അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം താഴേക്ക് പോവുകയാണ്. അവരെ നോക്കാനോ പരിചരിക്കാനോ ഒരു ആളുമില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഉൽപ്പാദിപ്പിക്കുന്ന ആ പൈസ കിട്ടാത്ത ഒരു പ്രസ്ഥാനം ഈ ക്ഷീരമേഖല മാത്രമേ ഉള്ളൂ. ഇതിനെ രക്ഷിക്കണമെങ്കിൽ പാലിന് വില കൂട്ടാൻ ഞങ്ങൾ പറയുന്നില്ല. ഒരു കർഷകനും പാലിന് വില കൂട്ടാൻ പറയുന്നില്ല. പാലിന് വില കൂട്ടണ്ട. കാരണം ഉപഭോക്താവാണ് കൂടുതൽ, ഉൽപ്പാദന കുറവാണ്, മേടിച്ച് കുടിക്കുന്ന ആളുകളുടെ കൂടുതൽ. അപ്പോൾ നമ്മൾ വില കൂട്ടി അവർക്ക് ഡെയിലി വാങ്ങുന്ന ആളുകൾക്ക് ഇത് വാങ്ങുമ്പോഴേക്ക് വലിയ പൈസ വരും. മറിച്ച് സർക്കാർ നിരവധി പാക്കേജുകൾ ഡയറി മേഖലയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ആ പാക്കേജുകളെല്ലാം കമ്മീഷനും അതല്ലെങ്കിൽ അവരുടെ ഓരോ ഏജന്റിനെ ഏൽപ്പിച്ച് ലാസ്റ്റ് കർഷകന്റെ കയ്യിൽ വരുമ്പോൾ നാമമാത്രമായ പൈസ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നമുക്ക് പാലിന് വില കൂട്ടണ്ട. ഞങ്ങൾക്ക് തരുന്ന എല്ലാ സബ്സിഡികളും ഇൻസെന്റീവായിട്ട് എല്ലാ പാക്കേജുകളും ഒഴിവാക്കുക. മിൽമയും തരണ്ട, ഒന്നും ഈ കാൽത്തീറ്റയ്ക്ക് വില കുറച്ച് തരണ്ട, പച്ചപ്പുല്ലിന് സബ്സിഡി തരണ്ട, ചോളത്തിന് തരണ്ട, റബ്ബർ മാറ്റിന് തരണ്ട, ഒരു സ്കീമും ഞങ്ങൾക്ക് വേണ്ട. ആ പൈസ ഡിവൈഡ് ചെയ്ത് അളക്കുന്ന പാലിന് ഞങ്ങൾക്ക് തന്നാൽ എല്ലാ കർഷകരും രക്ഷപ്പെടും. ഒരു ബുദ്ധിമുട്ടും ഗവൺമെന്റിന് ഉണ്ടാകാൻ പോകുന്നില്ല. അവർ ഈ വിവിധ സംഘടനകൾ വഴി അല്ലെങ്കിൽ പിന്നെ മിൽമേൻ്റെ വകയായിക്കോട്ടെ, ക്ഷീരവികസനം ആയിക്കോട്ടെ, മൃഗസംരക്ഷണം ആയിക്കോട്ടെ, ഈ എല്ലാ വകുപ്പിൻ്റെ വകയാണ് പല സ്കീമുകളും വരുന്നത്, അല്ലേ? 10 പശുവിന് സ്കീം, 10 പശുവിന് വാങ്ങാൻ നമുക്ക് 3 ലക്ഷം രൂപ സബ്സിഡി കിട്ടും. 10 പശു നമ്മൾ എവിടെ നിന്ന് വാങ്ങണം? തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങണം. തമിഴ്നാട്ടിൽ നിന്ന് ഈ രോഗമുള്ള പശുക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു സീസണിൽ കറന്നിട്ട് ഈ 1 ലക്ഷം പശുവിനെ നമ്മൾ ഇറച്ചിക്കാർക്ക് അറുകാർക്ക് 10,000 രൂപയ്ക്ക് കൊടുത്തിട്ട് കർഷകൻ കണ്ണീരും കയ്യും ആകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ബ്ലോക്കിൽ 2 ആൾക്ക് 10 പശുവിന് സ്കീം കിട്ടുന്നുണ്ടെങ്കിൽ ആ 10 പശുവിന് സർട്ടിഫിക്കറ്റ് മതി. ഗവൺമെന്റ് ചിന്ത നല്ലതാണ്, കാരണം പുറത്തുനിന്ന് പശുക്കൾ വന്നാൽ ഇവിടെ പാല് കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ എത്ര ആൾ വാങ്ങുന്നുണ്ട്? നമ്മുടെ ഫാമിലെ പശുവിനെ നിർത്തിക്കൊണ്ട് ചെക്ക് പോസ്റ്റ് പോയി 200 രൂപ കൊടുത്താൽ അവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടും, ചെക്ക് പോസ്റ്റ് എൻട്രി പാസും കിട്ടും. അതിവിടെ കൊണ്ട് കാണിച്ചാൽ പൈസ മേടിച്ചെടുക്കുന്ന അവസ്ഥയാണ് കർഷകർ. എന്തുകൊണ്ടാണ്? നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം കടവും കടത്തിന് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ സ്കീം കിട്ടിയാൽ എങ്ങനെയും നമുക്ക് തൽക്കാലം പിടിച്ചിരിക്കാന്ന് ഓർത്ത് ചെയ്തു പോകുന്നതാണ്. അപ്പം ആ രീതികളെല്ലാം മാറണം. നമ്മുടെ ഫാമിലുണ്ടാവുന്ന കുട്ടികളെ എല്ലാത്തിനെയും വളർത്താനൊരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം. അത് മതി. തമിഴ്നാട്ടിലൊക്കെ ഇപ്പം 30 ലിറ്റർ കുറഞ്ഞ പശുക്കളില്ല, എല്ലാം നല്ല ഉൽപ്പാദന പശുക്കളായി തുടങ്ങി.
തമിഴ്നാട് കർണാടക അങ്ങനെയാണ്. കേരളത്തിൽ മാത്രം എന്താവാത്തത്? അപ്പോൾ കേരളത്തിലാവണമെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഒരു സ്കീമുകളും വേണ്ട, കന്നുകുട്ടികളെ വളർത്താൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക കർഷകരെ. ആ കുട്ടികളെ നല്ല രീതിയിൽ സബ്സിഡി നിരക്കിൽ അവർക്ക് തീറ്റ കൊടുക്കാനുള്ള സാഹചര്യം ഗവൺമെൻറ് ഉണ്ടാക്കുക. അപ്പോൾ കുട്ടികളെ എല്ലാവരും വളർത്തും. ആ കുട്ടികളെ നല്ല സെമൻ കുത്തിവെക്കാനുള്ള സാഹചര്യം എടുക്കുക. ഒരു 3 കൊല്ലം കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള പാലിൽ കൂടുതൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കന്നുകുട്ടികളെ കാലിത്തീറ്റ സബ്സിഡി ആക്കുക, ഇൻഷൂർ ഫ്രീ ആയിട്ട് ചെയ്തു തരിക, നിലവാരമുള്ള തീറ്റ ISO അംഗീകാരമുള്ള തീറ്റകൾ കൊടുക്കാനും ഒരു നിശ്ചിത വില നിലനിർത്താനും സാധിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ഷീര കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ കാരണം കൊണ്ടായിരിക്കാം കൂടുതൽ പേരും ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ മാറുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ 5 പശുവുണ്ട്, ഭാര്യയും ഭർത്താവ് കൂടിയൊക്കെ നോക്കുന്നത്. അതിനിടയ്ക്ക് കൂലിപ്പണിക്ക് പോകുന്നുണ്ടാവും, ചിലപ്പോൾ ജോലി വരുന്നുണ്ടാവും. അവർ ശ്രമിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. അതിനായിട്ടുള്ള സംവിധാനമുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാക്കി പറ്റുള്ളൂ. നമുക്ക് പാല് കൊടുത്ത് പൈസ വാങ്ങാൻ പറ്റണം. ഡയറി ഫാം നടത്തുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ എന്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തും നമ്മൾ ആ തൊഴുത്തിൽ പോയ പശുക്കളൊക്കെ തലോടി അത് പേരൊക്കെ വിളിച്ച് നമ്മളെന്ന് ഉമ്മ വയ്ക്കുകയോ നക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ തല തീയ. പിന്നെ ആ ഒരു മേഖലയിലേക്ക് കർഷകർ മാറി തുടങ്ങി. 1ഉം 2ഉം പശു വളർത്തുന്ന കർഷകരെല്ലാം പൂട്ടിക്കെട്ടി പോയി. കണ്ണൂർ ജില്ലയിലൊക്കെ എത്രയോ ഫാമുകളെ പൂട്ടിയെന്നറിയോ. അപ്പം ഇത് പകുതിയിലേക്കായി. ഇനിയെങ്കിലും നമ്മളെ പിടിച്ചു നിർത്താനുള്ള മാർഗം ഗവൺമെൻറ് നോക്കിയില്ലെങ്കിൽ കട്ടപ്പുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കർഷകരെ. പിന്നെ ജേഴ്സി പശു ഒരെണ്ണേ ഉള്ളൂ, ബാക്കി എല്ലാവരും HF ആണെന്ന് പറഞ്ഞു. അവർക്കൊക്കെ പേരുകളുണ്ട്, ഒപ്പം ഒരു സിനിമാ നടിയും ഉണ്ടല്ലേ? അതെ, സിനിമാ നടി മൂളിക്കുട്ടി, അതിന് പേരുണ്ട്. ബാക്കി എല്ലാ പശുക്കൾക്ക് നമ്പറാണ്. ഞാൻ ടാഗില് എല്ലാം എല്ലാവർക്കും ഇയർ ടാഗ് ഉണ്ട്. ഈ ടാഗ് കൂടാതെ നമ്മൾ പേഴ്സണലായിട്ട് ഒരു നമ്പർ ഉണ്ട്, 1, 2, 3, 4. അപ്പൊ അത് വെച്ചിട്ടാണ് ഓരോ പശുവിന്റെയും തീറ്റയും കാര്യങ്ങളും എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ്. പ്രായമുള്ള പശുവാന്ന് തോന്നുന്നു. ഇപ്പൊ അത് 4ാമത്തെ പ്രസവം കഴിഞ്ഞു. അത് പാൽത്തുജാനോ എന്ന സിനിമയില് പശുവിനെ അവർ അന്വേഷിച്ചു, ജേഴ്സി പശുവിനെ. അപ്പൊ അങ്ങനെ ആ മോളിക്കുട്ടി എന്ന പശു ഇപ്പൊ എന്റെ അടുത്തുണ്ട്. ഞാൻ കോഴിക്കോട്ടുകാർക്കും ആളുകളിലൊക്കെ പശുവിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനവും ആളുകൾ അതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ശരി. അപ്പം അത് ആ പടത്തില് പിന്നെ എല്ലാവരും കണ്ടെന്ന് അറിയത്തില്ല, ഒരു യഥാർത്ഥ കർഷകന്റെ അവസ്ഥ എന്താന്നുള്ള പടത്തിൽ പറയുന്നുണ്ട്. അത് എന്തായാലും നല്ലൊരു പോസിറ്റീവ് ഒരു അനുഭവമായിരുന്നു. ആ പടത്തിൽ ചെറുതായിട്ട് എനിക്കും തല കാണിക്കാൻ അവസരം കിട്ടി. എൻ്റെ പശുവിൻ്റെ കൂടെ ഈ കന്നാലി വളർത്തിയിട്ട് ഈ മിണ്ടാപ്രാണിക്ക് തീറ്റ കൊടുത്തിട്ട് തമ്പരാൻ നിന്നൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഈ ഒരു മേഖലയോട് പടവെട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ധാരാളം അംഗീകാരങ്ങൾ തേടി വന്നിട്ടുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറയാമോ? എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്? അംഗീകാരങ്ങൾ ഇപ്പൊ 22 അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്, തമ്പുരാന്റെ ഒരു കരുതലാണ്. കാരണം ഞാൻ വീട്ടിൽ വരുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ ഫാം എന്താണെന്നും പശുക്കൾ എന്താണെന്നും പറഞ്ഞു കൊടുക്കാനൊരു മടി കാണിക്കാറില്ല. ഒരു സീസണിൽ ഒരു 5000 ആളെങ്കിലും വരുന്നുണ്ട് ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഫാം ഡിസൈൻ ചെയ്യുന്നതാണ്, എനിക്ക് ഇങ്ങനത്തെ ഫാമിൻ്റെ എന്താ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ 2 അവാർഡ് IVA അവാർഡ് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ്റെ അതിന് ഡോക്ടേഴ്സ് ഇരുന്ന അവാർഡ് അതൊരു വലിയ അവാർഡായിട്ട് ഞാൻ കാണുന്നു. കാരണം അവരുടെ അടുത്ത് ഒരു കളത്തിലും പറയാൻ പറ്റില്ല. തന്നെയല്ല, അതിൻ്റെ പരിശോധന എന്ന് പറഞ്ഞാൽ അത്രത്തോളം കണ്ണിങ് ആയിട്ട് അവർ അടിച്ചു പറക്കിയിട്ടാണ് അവർ തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്ന് ഒരു കർഷകനെ അവർ തിരഞ്ഞെടുത്തുള്ളൂ. ആദ്യമായിട്ട് കൊടുത്ത അവാർഡാണ്. അത് മേടിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതുപോലെ വയനാട്ടിൽ നിന്നും ഈ 24 പശുവിനെ വളർത്തുന്ന കർഷകന് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള ക്ഷീര പുരസ്കാരം ഇപ്രാവശ്യം കിട്ടി. അപ്പോൾ അതെല്ലാം മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ കൂലിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുപോലെ 2023 ഗുജറാത്തിൽ വെച്ച് നടന്ന G20 ഭാഗമായുള്ള W20 ഭാര്യ ബീനയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അത് പശു വളർത്തിയിട്ടാണ്. ഞങ്ങൾ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുപോലെ കേരളീയം പരിപാടിയിലും കേരളത്തിൽ നിന്ന് ഒരു കർഷക വേദിയിൽ ബീന ഉണ്ടായിരുന്നു. ഞാനായിക്കോട്ടെ മിക്ക ക്ഷീരസംഗമങ്ങളിലും വേദിയിൽ എനിക്ക് അവസരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങൾ പറയാനും കിട്ടുന്ന വേദിയിലൊക്കെ കർഷകരുടെ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാറുമുണ്ട്. അതുപോലെ ക്ഷീര സഹകാരി അവാർഡ് കിട്ടി. നാട്ടിലെ ശാസ്ത്രം എന്ന പരിപാടിയിൽ കർഷക ശാസ്ത്രജ്ഞനായിട്ട് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തു. പിന്നെ ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ് മേടിച്ചു. ഡോക്ടർ അബ്ദുൽ കലാം അവാർഡ് കിട്ടി. KPSC അവാർഡ് കിട്ടി. 22 അവാർഡുകൾ കിട്ടിയെങ്കിലും ഏറ്റവും സന്തോഷം നമ്മുടെ നാട്ടിലെ ആളുകൾ നമ്മൾ ആദരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അവർ തരുന്ന ഓരോ അംഗീകാരങ്ങളും അത് നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ ഒരു വോളിബോൾ കളിക്കാരനിൽ നിന്ന് ഒരു ക്ഷീര കർഷകനിലേക്കുള്ള ഒരു മാറ്റത്തെ സ്വയം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ രണ്ടും ഒരുപോലെ കൊണ്ടു നടക്കുന്നു. ഇപ്പോൾ വോളിബോൾ എൻ്റെ രക്തത്തിൽ എറിഞ്ഞേറുന്നതാണ്. ഇപ്പോഴും കളിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പശുക്കളെ പറ്റി എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഒരു ഡയറി ഫാം നന്നായി പോകണമെങ്കിൽ യഥാർത്ഥ പണിക്കാരൻ ഉടമസ്ഥനായിരിക്കണം. ഫാം തുടങ്ങിയ അന്ന് പോലെ ഇന്ന് വരെ നഷ്ടം എന്താണെന്നറിയാത്ത
ഒരു ഫാമാണ് എൻ്റെ. കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതുകൊണ്ട് ഒരു ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ടും മാത്രമാണ് ഈ മേഖലയിൽ ഇങ്ങനെ ഉയർച്ചകളിലേക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞത്. എന്താണ് പൊതുവെ ഒരു അനുഭവ സമ്പന്നൻ എന്ന രീതിയിൽ ക്ഷീര കർഷകരോട് പറയാനുള്ളത്? ഈ മേഖലയ്ക്ക് ഒരു ഭാവിയുണ്ട്. അപ്പോൾ ഇത് പിടിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഇന്നലെ നാളെ രക്ഷപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ ഇത് ഒന്നും അറിയാതെ ഇതിലേക്ക് വന്ന് പെട്ടെന്ന് കുറച്ച് പൈസ ലോൺ എടുത്ത് ഒരു പണിക്കാരെ ആശ്രയിച്ച് പശുക്കളെ മേടിച്ചു വിട്ടാൽ അങ്ങനെ എല്ലാവരും പരാജയമാണ്. അപ്പോൾ ഒരു പശുവിൽ തുടങ്ങി അതിന്റെ ഗുണവും ദോഷവും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഘട്ടം ഘട്ടമായി കൂട്ടിയെടുക്കുന്ന ആൾക്ക് ഒരു തൊഴിൽ, ഒരു വരുമാനം. ഇന്നിപ്പോൾ ഗവൺമെന്റ് ഒരു ജോലിക്കാരന് കിട്ടുന്ന ഒരു ശമ്പളം ഒരു മാസം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കതിലിപ്പോൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല. അതങ്ങ് റെയിലേ കയറി ആ ഫാം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇല്ലെങ്കിലും അതങ്ങനെ റെയിലാവും. അങ്ങനെ ആകണം. നമുക്ക് അവിടെ വേണമെങ്കിൽ പോകാൻ പറ്റണം. നമ്മൾ 24 മണിക്കൂർ ഫാമിനുള്ളിൽ കിടക്കാൻ പാടില്ല. അതൊരു സൈഡായിട്ട് അതങ്ങനെ നീങ്ങണം. മറിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ് എല്ലാം അക്കൂട്ടത്തിൽ പോകണം. നമുക്ക് ശുദ്ധമായ പാൽ കുടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു സന്തോഷമല്ലേ. ഓക്കെ, കുടുംബത്തെക്കുറിച്ച് പറയൂ. 3 മക്കളാണ്. ഭാര്യയുടെ ബീനാണ്. മൂത്തമോൻ അമൽ, അവൻ UK-ലാണ്. പിന്നെ രണ്ടാമത്തെ മോള് അനക, അവളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, പുറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇളയ മോള് സെറ, അവള് 12-ലാണ്. മോൻ ഇപ്പോൾ പുറത്ത് എനിക്ക് താല്പര്യമൊന്നുമില്ല അധികം നാള്. അവന് 4 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചും കൊണ്ട് ഈ ഫാം ഡെവലപ്പ് ചെയ്യാൻ തന്നെ അവൻ ആഗ്രഹം. അതാണ് എനിക്കിഷ്ടം. ക്ഷീരമേഖലയിലെ തന്റെ പുതിയ കാൽവയ്പുകളെ കുറിച്ചും അതുപോലെ തന്നെ ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്താണെന്നും ഒരു കർഷകന് ഏതൊക്കെ രീതിയിലൂടെ ഒരു ക്ഷീര മേഖലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിജയം കൈവരിക്കാൻ പറ്റും, എന്തെല്ലാം കരുതലുകൾ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ സംസ്ഥാന അവാർഡ് ജേതാവായ വയനാട് സ്വദേശി ശ്രീ തങ്കച്ചൻ വിശദമായി തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. നന്ദി. താങ്ക് യു. വോളിബോൾ മൈതാനത്ത് നിന്നും ക്ഷീരസമൃദ്ധിയിലേക്ക്. മാനന്തവാടി സ്വദേശി തങ്കച്ചൻ പങ്കെടുത്ത അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഇതുവരെ കേട്ടത്.